മറ്റൊരു വാർത്തയിലേക്ക്. ഫസ്റ്റ് ടൈം റിപ്പോർട്ട് CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMR ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷമാകും സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്നാണ് ED നിലപാട്. CMR ഒഴികെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യലിന് തടസ്സങ്ങളില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് EDയുടെ പരിശോധന തുടരുകയാണ്. ശരൺ SS വിവരങ്ങൾ നൽകും. ശരൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ കോടതിയിൽ നിന്ന് CMRലിന് അല്പം ആശ്വാസം ലഭിച്ച നടപടിയാണ് ഉണ്ടായത്. കാരണം ഈ വെള്ളിയാഴ്ച വിധി വരുന്നത് വരെ മറ്റ് നടപടിക്രമങ്ങളിൽ നിന്ന് CMRലിന് ഒരു സുരക്ഷ കോടതി നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും എക്സാലോജിക്കിനും വീണ വിജയനും ഒക്കെ എതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ EDക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ED ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ഷിയാസ്, കീർത്തന. എന്തായാലും CMRL സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ്, അതായത് ഈ കേസിൽ ED അന്വേഷണം തുടരാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇന്നലെ വിശദമായ വാദം ഹൈക്കോടതി കേട്ടത്. അപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത് CMRലിനെതിരെ കടുത്ത നടപടികൾ പാടില്ല. അതിന്റെ ഉത്തരവ്, അതായത് ഈ ഹർജിയിലെ ഉത്തരവ് വെള്ളിയാഴ്ച പുറപ്പെടുവിക്കാമെന്നുള്ളതാണ്. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ വ്യക്തത വരുത്തിയത്. കോടതിയോട് ചോദിച്ചത് മറ്റ് പ്രതികൾക്ക് ഇക്കാര്യത്തിൽ ബാധകമല്ലല്ലോ എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് കോടതി മറ്റ് പ്രതികളുടെ കാര്യത്തിൽ ബാധകമല്ല, വീണ ടിയുടെ അടക്കം ചോദ്യം ചെയ്യലുമായി EDക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ EDയുടെ കൊച്ചി സോണൽ ഓഫീസിൽ നടന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പോകേണ്ടതില്ല, ഇപ്പോൾ സമൻസ് അയക്കേണ്ടതില്ല, മറിച്ച് വെള്ളിയാഴ്ച ഇതിൽ അന്തിമ ഉത്തരവ് വന്ന ശേഷം CMRL ഹർജിയിൽ അന്തിമ ഉത്തരവ് വന്ന ശേഷം സമൻസ് അയച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ED എത്തിയിരിക്കുന്നത്. ED പറയുന്നത് കോടതി ഉത്തരവ് വന്ന ശേഷം അത് വിശദമായി തന്നെ പരിശോധിക്കും, അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും വീണയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് ED പറയുന്നത്. നേരത്തെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്, വിദേശ അക്കൗണ്ട്, അതായത് വീണ ടിക്ക് 2019 വരെ അബുദാബിയിൽ ഉണ്ടായിരുന്ന വിദേശ അക്കൗണ്ടും ഇതോടൊപ്പം തന്നെ HDFC ബാങ്കിലെ അക്കൗണ്ടും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ഇതിൽ HDFC ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ലോക്കർ തുറന്നു പരിശോധിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഈ വീണയുടെ മൊബൈൽ ഫോൺ നേരത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള തെളിവ് ശേഖരണം ഈ ഒരു സമയത്ത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോൾ EDക്ക് മുന്നിലുണ്ട്. എന്തായാലും പരമാവധി തെളിവുകൾ ഇതിനിടയിൽ ശേഖരിക്കുക, അതിനുശേഷം വീണ ടിയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും EDയെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഇന്നലെ മുന്നോട്ട് വച്ചിരിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ കോടതി കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അനുകൂലമായ ഉത്തരവ്, അതായത് CMRലിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ED ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് വന്ന ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാമെന്നുള്ളതാണ് നിലവിൽ ED എടുത്തിരിക്കുന്ന തീരുമാനം. ശരി ശരൺ, അപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ ടി ഉടൻ ചോദ്യം ചെയ്യില്ല, അതിവേഗ നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ടതില്ല, പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ED ഉദ്ദേശിക്കുന്നത്. അന്തിമ ഉത്തരവ് ഈ വെള്ളിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് ഈ ഉത്തരവ് പ്രതീക്ഷിക്കുന്നത്.